ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 1 വിന്നർ തരികിട സാബുവിൻ്റെ ഒരു വോയിസ് എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വോയിസ് ഞാനും കേൾക്കാനിടയായി. ആ വോയിസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. അത് അനീഷ് എന്ന് പറയുന്ന കോമണറായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിപ്പോയി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ജനങ്ങൾ സ്വയം, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്വയം തന്നെ അയാളുടെ PR എന്ന് പറയുമ്പോൾ ഇവരെ ഇദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നതും വീഡിയോ ഇടുന്ന ആൾക്കാരെയാണല്ലോ ഇവർ PR എന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PRകളായി മാറിയ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു മേ ബി. അപ്പോൾ അതിനകത്തൊരു വോയിസ് ഇട്ടേക്കുന്നു. വളരെ മോശമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ്, അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് ഞാൻ കേൾക്കാനിടയായത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ആദ്യം ഞാൻ ആ വോയിസ് ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾ അതിന് കേട്ടതിന് ശേഷം ഞാൻ സംസാരിക്കാം ഗൈസ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാണകുറ്റി അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ലൈവ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ്. ലോകത്തുള്ള സകല റിയാലിറ്റി ഷോസിനകത്തും ചെന്ന്. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളിത് കേട്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ തരികിട സാബു, അയാളെ തരികിട സാബു എന്ന് എനിക്ക് വിളിക്കാൻ പറ്റൂ, കാരണം അയാളൊരു തരികിട എന്നുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത അല്ലെങ്കിൽ പ്രോഗ്രാം അവതരിപ്പിച്ച ഒരു അവതാരകനാണ്. അതുകൊണ്ടാണ് അയാൾ തരികിട സാബു എന്നറിയപ്പെടുന്നത്. ആ തരികിട സാബുവാണ് ബിഗ് ബോസ് സീസൺ 1 കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്നതും പേളി മാണിയുടെ ഓട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ പറയണ്ട, നമുക്കതിനെക്കുറിച്ച് വലിയ താല്പര്യമില്ല. ബിഗ് ബോസ് സീസൺ 1 വിന്നറായി മാറിയതും. അപ്പോൾ അയാൾ ഈ വോയിസ് ഇട്ടത് അതിനകത്ത് വളരെ മോശമായിട്ടുള്ള പദങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ മോശമായ പദങ്ങൾ എന്തുകൊണ്ട് അയാൾ പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിലെ അസൂയയും കുശുമ്പും ഇതെല്ലാം കൂടി ഇങ്ങനെ തേട്ടി വരുവാണ്. ഒരു കോമണർ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനപ്രീതി നേടുന്നത്. അപ്പം ബിഗ് ബോസിൻ്റെ വിന്നറായി കഴിഞ്ഞാൽ ഇവർക്കൊന്നും യാതൊരു തരത്തിലുള്ള എന്താ പറയണേ ഒരു വിലയും കിട്ടത്തില്ലയോ എന്നുള്ള ഒരു പേടിയോ അസൂയയോ കുശുമ്പോ ഒക്കെ കൊണ്ട് വെറുതെ ഇരുന്ന് പുലഭ്യം പറയുന്ന പോലെയാണ് ഇങ്ങനെ ഓരോ ചാനലുകളിലും. കുറേ ചാനലുകളിൽ ഇനി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വോയിസ് ഒക്കെ കൊടുക്കുക ഗ്രൂപ്പുകളിലാണ്, വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിലുള്ള വോയിസുകളൊക്കെ പോവുക, അല്ലെങ്കിൽ വോയിസൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഇയാളുടെയൊക്കെ ആ ഒരു എന്താ പറയുക, ഇയാളുടെയൊക്കെ ആ ഒരു വിലയുണ്ടല്ലോ, എന്തുമാത്രം തരം താണ ഒരു വ്യക്തിത്വമാണ് ഇയാളെന്നൊക്കെയുള്ള ഞാൻ ചിന്തിച്ചു പോവാണ് കേട്ടോ. ഈ ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻ്റായിട്ട് അനീഷ് കയറി വരുമ്പോൾ ബിഗ് ബോസിൻ്റെ അവതാരകനായ ശ്രീ മോഹൻലാൽ പറഞ്ഞത് എന്താണ്? ഒരു കോമണറായിട്ടാണ് ഒന്നാമത് കയറി വന്ന ഒരാളാണ് കോമണർ ശ്രീ അനീഷ് TP എന്നാണ് അനൗൺസ് ചെയ്തത്. മൈജിയുടെ കോണ്ടാക്സ്റ്റ് അനുസരിച്ച് മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ പോയി ഇൻട്രഡക്ഷൻ വീഡിയോ എടുത്ത് അതിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ അനീഷ്. അപ്പോൾ അയാൾ കോമണറായിട്ടാണ് കയറിപ്പോയത്. ഇത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട് അയാളൊരു കോമണർ ഒന്നും അല്ല, അയാൾ എന്തോ കണ്ട ന്യൂസ് ചാനലുകളിലെല്ലാം ലൈവ് പറഞ്ഞ് നടന്ന ആളാണ്. അതുപോലെ തന്നെ അയാൾ കണ്ട റിയാലിറ്റി ഷോയിലെല്ലാം കറങ്ങി നടന്ന ആളാണ്. എന്തൊരു വൃത്തികെട്ടല്ലേ, വിവരമില്ലാത്ത വർത്തമാനമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടോണ്ട് എവിടുന്നെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ കിട്ടുന്ന അനുസരിച്ച് വന്നിരുന്ന് പുലമ്പ്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് അംഗീകരിക്കുന്ന, അല്ലെ അംഗീകരിക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് അത്രമാത്രം നിങ്ങളെ പോലെ തന്നെ സ്റ്റാൻഡേർഡേ ഉള്ളെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം അയാൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അയാൾ ഒരു ലോക്കൽ ചാനലിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അവിടുത്തെ തൃശ്ശൂരുള്ള ഒരു ലോക്കൽ ചാനലിൽ അവതാരകനല്ല ന്യൂസ് റീഡറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ കോളേജ് കാലഘട്ടത്തിൽ നമുക്ക് പോക്കറ്റ് മണിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ ഞാൻ കുട്ടികളെ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്യുന്ന ഒരു ജോലിയാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ അതവിടെ നിർത്തി. പിന്നീട് അയാളുടെ എഡ്യൂക്കേഷൻ അയാൾ കണ്ടിന്യൂ ചെയ്തു. അതുപോലെ തന്നെ അയാൾ പിന്നെ വേറെ മേഖലകളിൽ ബാങ്കിൽ 10 വർഷം ബാങ്കിൻ്റെ മാനേജരായിട്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും ജോലി ചെയ്ത ഒരാളാണ്. അയാൾ ഒരു ജോബും അയാളുടെ ഒരു പ്രൊഫഷനും ഒക്കെ ആയിട്ട് പോയ ആളാണ്. അയാളെ ആരും തന്നെ തിരിച്ചറിയുന്ന ഒരാളല്ല. അവരുടെ ആ ഒരു കോടനാടെന്നുള്ള അവരുടെ ആ കുടുംബത്തിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ മാത്രമാണ് അയാളെ അറിയുക. പിന്നീട് അയാൾ അപ്പോൾ അത് പറഞ്ഞത് വളരെ വലിയ തെറ്റല്ലേ, അയാൾ കണ്ട ന്യൂസ് ചാനലിലൊക്കെ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എന്ന് പറഞ്ഞതിന് വളരെ തെറ്റാണ്, കള്ളത്തരമാണ്. അയാൾ ആ ഒരു പോക്കറ്റ് മണിക്ക് കുറച്ച് നാൾ ന്യൂസ് റീഡറായിട്ട് പോയിരുന്നു. അത് ലോക്കൽ ചാനൽ, നമ്മളെ വീടിനടുത്തൊക്കെ ഉള്ള പഴയ കേബിൾ വിഷൻ്റെ ചാനൽ പോലെ ഉണ്ടല്ലോ, അതേപോലെ ഒരു ചാനൽ. അവരെ എത്ര പേര് തിരിച്ചറിയും?
അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് അയാൾ പറഞ്ഞ അലിഗേഷൻ, ഈ തരികിട സാബു പറഞ്ഞ അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കണ്ട റിയാലിറ്റി ഷോയിലെല്ലാം നിരങ്ങി നടന്ന ആളാണ്. അയാൾ കണ്ട റിയാലിറ്റി ഷോയിൽ, ഏത് റിയാലിറ്റി ഷോയിലാണ് പിന്നെ തരികിട സാബു ഈ അനീഷ് നിരങ്ങി നടന്നത്? അതെൻ്റെ ചോദ്യമാണ് കേട്ടോ. അനീഷ് എന്ന് പറയുന്ന വ്യക്തി ജയറാമേട്ടൻ്റെ ഒരു പരിപാടിയിൽ എന്താ പറയുക, ഈ ഒരു നമ്മൾ ഓഡിയൻസ് ആയിട്ട് നിൽക്കുമല്ലോ. ഇപ്പം നമ്മൾ തന്നെ ഞാൻ ഇപ്പോൾ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. LLBക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോളേജിൽ നിന്ന്, ഞാൻ ബാംഗ്ലൂരാണ് LLB പഠിച്ചത്, അപ്പം നമ്മുടെ കോളേജിൽ നിന്ന് കുട്ടികളെയൊക്കെ ഇങ്ങനെ ഓരോരോ ഇതേപോലുള്ള പരിപാടികൾക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ പണ്ട് ഈ പട്ടുറുമാൽ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, സ്മൃതിയൊക്കെ പോലുള്ള എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തത്. കാരണം അവരുടെ ഓഡിയൻസിനെ വേണം. അപ്പോൾ ഏതൊരു സ്ഥലത്താണോ ഇത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാം നടക്കുന്നത്, അപ്പോൾ അവിടെയുള്ള സ്ഥലത്ത് കുറേ ആൾക്കാരെ വിളിക്കും. അതേപോലെ ഒരു ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഇയാൾ പോയിരുന്നു. അപ്പോൾ ഈ ഓഡിയൻസിനൊരിതുണ്ട്, ഓഡിയൻസിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഈ പിന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്ക് അറിയില്ലെങ്കിൽ ഓഡിയൻസിൽ നിന്ന് ഒരാളെ അതിൽ വിളിക്കാം. അപ്പോൾ അവർക്കെല്ലാം ഓരോരോ നമ്പർ കൊടുത്തിട്ടുണ്ട്, 1 2 3 എന്നുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജയറാമേട്ടന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ലായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഞാൻ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ആൻസർ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറിയാവുന്ന 4-5 പേര് എഴുന്നേറ്റ് നിന്നു. അതിൽ ഒരാളുടെ നമ്പർ സെലക്ട് ചെയ്തു. ഇങ്ങനെ മുഖത്തോട് നേരെ പിടിച്ചിട്ടാണ് ആ നമ്പർ ഇങ്ങനെ പൊക്കി പിടിക്കണം, തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പൊക്കി പിടിക്കണം. അത് കണ്ടപ്പോൾ ജയറാമേട്ടന് ഈ ഒരു നമ്പർ 6 9 അങ്ങനെ എന്തൊരു നമ്പറാണ്, ആ നമ്പർ സെലക്ട് ചെയ്തു. ആ നമ്പർ സെലക്ട് ചെയ്ത ആളിൻ്റെ പേരാണ് അനീഷ്. അപ്പോൾ അയാളോട് നമ്പർ ആൻസർ പറയാൻ എത്ര രൂപ വേണമെന്ന് വെച്ചപ്പോൾ അയാൾ അതിനകത്ത് എന്തോ 10,000 എങ്ങാണ്ടാ ചോദിച്ച്. അപ്പോൾ എത്ര 4,000 5,000 അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് അപ്പം തന്നെ സമ്മതിച്ചു. അതിനകത്തൊരു മിനിറ്റ് പോലും ആ ഒരു കോൺവെർസേഷൻ നിലനിന്നില്ല എന്നുള്ളതാണ്. അപ്പോഴത്തന്നെ ആൻസർ പറഞ്ഞു. അപ്പോൾ ചിരിച്ചു. അത് കഴിഞ്ഞ് അവിടെ തീർന്നു. അതാണോ അയാൾ ഈ റിയാലിറ്റി ഷോയിലെല്ലാം നിരങ്ങി നടന്ന് പങ്കെടുത്തു എന്നൊക്കെ പറയുന്നേ? എൻ്റെ തരികിട സാബു അണ്ണാ, നിങ്ങൾക്ക് ഒരു ബോധവും വിവരവും ഇല്ല. നിങ്ങൾക്ക് കുറച്ചൊക്കെ വിവരമുള്ളൊരു മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾക്കൊന്നും ഒരു വിവരവും ഇല്ല, ഒരു ബോധവും ഇല്ലല്ലോ എന്നുള്ളതാണ്. ഇത്രയെങ്കിലും സംസ്കാരത്തിൽ സംസാരിച്ചൂടെ? ആൾക്കാരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ്, കുറച്ചെങ്കിലും സംസ്കാരം ഒന്ന് സംസാരിക്കുക. അല്ലാണ്ട് വെറും അങ്ങ് നിങ്ങൾക്കൊക്കെ വോട്ട് തന്നല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ആരാധിച്ച കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ, അവരെയും കൂടി മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിക്കാതെ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ, നിങ്ങളൊക്കെ വലിയ ലെവലിലുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ്, വലിയ ലെവലൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, കുറച്ചൊക്കെ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിചാരിച്ചു. തരികിട ആ പരിപാടി കഴിഞ്ഞപ്പോൾ, തരികിട പരിപാടി നമുക്ക് എന്താണെന്നറിയാം, ആൾക്കാരെ പ്രാങ്ക് ചെയ്യുന്ന പോലുള്ള വെറും വൃത്തികെട്ട ഒരു പരിപാടി. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ബിഗ് ബോസിലൊക്കെ പോയി കുറച്ച് മൂവീസിലൊക്കെ അവിടെ എവിടെയൊക്കെ നടന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നൊക്കെ നമ്മൾ കുറച്ച് അത്യാവശ്യം നിങ്ങൾക്ക് റെസ്പെക്റ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഇതോടുകൂടി നിങ്ങളെയൊക്കെ അപ്പോൾ ചോദിക്കുന്നു, എൻ്റെ റെസ്പെക്റ്റ് ആർക്ക് വേണം എന്ന് ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇവരെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, സാധാരണക്കാരായ മനുഷ്യരാണ് ഓരോ സെലിബ്രിറ്റികളെയും ഉണ്ടാക്കുന്നത്. ഏതൊരു സെലിബ്രിറ്റിയും ജനിച്ച് വീഴുമ്പോൾ അവർ സെലിബ്രിറ്റികളല്ല. അവർ 10 സിനിമയിൽ അഭിനയിച്ചാലും അത് ചെന്ന് കണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത്, നമ്മൾ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവരെയൊക്കെ നമ്മൾ മുകളിലോട്ട് കയറ്റി വെക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരനെ വിചാരിച്ചാലേ ഇവരെ സെലിബ്രിറ്റി ആക്കാനും പറ്റൂ. സെലിബ്രിറ്റി പട്ടത്തിൽ നിന്ന് എടുത്ത് പിടിച്ച് പുറത്ത് എന്താ പറയുന്നത്, ചെളിക്കുഴിയിലോട്ട് വലിച്ചെറിയാനും ഈ സാധാരണ ജനങ്ങൾക്ക് പറ്റും. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു വാക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ഉയർന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് നിങ്ങൾ പ്രയോഗിച്ചത്. അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? അയാൾ പറഞ്ഞതിൽ എന്താണ് കള്ളമെന്ന് നിങ്ങൾ പറ. അയാൾ കോമണറായിട്ടല്ലേ അകത്ത് കയറിയ? ശ്രീ മോഹൻലാലല്ലേ പറഞ്ഞ അദ്ദേഹം കോമണറായിട്ട് അകത്ത് കയറുന്നല്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്ന് പുറത്തിരുന്ന് ഞങ്ങളൊക്കെയാണോ അയാൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട അവസ്ഥ ആരാണ് ഉണ്ടാക്കിയത്? നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് അയാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടാക്കിയത്. നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരും അതുപോലെ കുറേ യൂട്യൂബർമാരും. പിന്നെ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ സായി കണ്ണനൊക്കെ എന്ത് യോഗ്യതയാണ് ഈ അനീഷിനെ കുറിച്ച് പറയാനല്ല ഞാൻ ആലോചിക്കുകയാണ്. പിന്നെ ഡോക്ടർ റോബിൻ്റെ കണക്കായല്ലോ. ഡോക്ടർ റോബിൻ വേറെ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. ഡോക്ടർ റോബിൻ വേറെ, രജിസാർ വേറെ, അതുപോലെ തന്നെ അനീഷ് വേറെ, സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന സായി കണ്ണൻ വേറെ. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്. അതിന് മറ്റൊരാളെ ഇങ്ങനെ പറഞ്ഞിട്ട്
കുശുമ്പും അസൂയയും പിടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങളോടുള്ള ഹേറ്റിംഗ് നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളെയൊക്കെ നമ്മൾ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു ഷോയിൽ പോയി, ആ ഷോയിൽ പോയി കഴിഞ്ഞിട്ട് അയാളെ കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്ത്, അയാൾ വാഴയോ മരവാഴയോ എന്തോ ആയിക്കോട്ടെ, അയാൾ അത് ചെയ്തിട്ട് അയാൾ പോയിരുന്നു, അവിടെ കഴിഞ്ഞു. പക്ഷേ വേറൊരാളെ നമുക്ക് കുറ്റം പറയണമെങ്കിൽ നമ്മൾ നല്ല പ്രവൃത്തികളായിരിക്കണം. നമ്മൾ ഏതാണ്ട് വലിയ മികച്ചതായിട്ട് രീതിയിൽ നമ്മൾ കളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അതാണ് സീക്രട്ട് ഏജൻറ്റ്. പിന്നെ രജിസാറിൻ്റെ കാര്യം ഞാൻ പറയണ്ട. രജിസാറൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്തിരുന്ന വ്യക്തിയാണ്. പക്ഷേ അതിനുശേഷം പുള്ളി വന്ന് ഉള്ള ഷോർട്ട് ഫിലിം പോലുള്ള അഭിനയവും പിന്നെ പുള്ളി വേണ്ടാത്ത കുറച്ച് ആവശ്യമില്ലാത്ത കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിയുടേതായ സ്റ്റാൻഡേർഡ് കൊണ്ട് കളഞ്ഞു. ഈവൻ പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ഇറങ്ങിയെന്ന് അറിയാം. അദ്ദേഹം ഒരു പാവയും കൊണ്ട് നടന്ന് ഒരു പെങ്കൊച്ചിൻ്റെ കണ്ണി പച്ചമുളകും അരച്ച് തേച്ചിട്ട് ഇറങ്ങിയ ഒരു മനുഷ്യനാണ് പോട്ട്. എന്നാലും അതെന്തുകൊണ്ടാണ്, അതെന്തിനു വേണ്ടിയിട്ടാണ്, ഏത് സമയത്താണ് എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് ജനങ്ങൾ വീണ്ടും അയാളെ നെഞ്ചിലേറ്റ്. അദ്ദേഹം വന്നിരുന്ന് പറയുന്നത് വേറെ ഒരു മനുഷ്യൻ്റെ കുറ്റമാണ്. കളിക്കുമ്പോൾ എല്ലാവരും വ്യക്തമായിട്ട് കളിക്കണം. ശോഭാ വിശ്വനാഥ് എന്താണ് പറയുന്നത്? നന്നായിട്ട് കളിക്കുന്നുണ്ട്, അവർ കളിക്കട്ടെ, എല്ലാവരും കളിക്കട്ടെ. ഒരുപാട് അവർ ബുദ്ധിമുട്ടിയാണ് ആ ഒരു ഹൗസിൽ നിൽക്കുന്നത്. അത് തന്നെ ഒരു സർവൈവാണ് എന്ന് പറയുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു മാന്യത. അല്ലാണ്ട് അവിടെ ചെന്നിരുന്ന അവൻ മറ്റേ കുറ്റിയാണ്, മറിച്ചേ കുറ്റിയാണ്, ഇവൻ റിയാലിറ്റി ഷോയിലെല്ലാം പങ്കെടുത്ത് കറങ്ങി നടന്നവനാണ്, അവൻ ന്യൂസ് ലൈവ് ചെയ്തവനാണ്, അതുകൊണ്ട് അവൻ കോമണർ അല്ല, മറ്റുള്ളവരാണ് കോമണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്കും വിവരമില്ലായ്മ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. അപ്പം ഈ ഒരു വോയിസ് എൻ്റെ മുന്നിൽ വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റും വന്നു, ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് തന്നെ കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് യൂട്യൂബർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ, ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ചും സംസാരിക്കാം, ആർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാം. ഓരോ കണ്ടസ്റ്റൻ്റ് അവരുടെ നന്മകൾ അവരുടെ ഇഷ്ടങ്ങൾ ഒക്കെ സംസാരിച്ചോ, അത് മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞു. പക്ഷേ അതങ്ങ് തരം താഴരുത്. നമ്മൾ ആരാണ് എന്ന് നമുക്കൊരു ബോധ്യം വേണം. നമ്മളെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മൾ ആരാണ്, നമ്മൾ എന്തുകൊണ്ടാണ്, നമ്മൾ ജെനുവിനായിട്ട് റിവ്യൂ പറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങാം. ഞാൻ പിന്നെ അനീഷേട്ടനെ ആയാലും അതുപോലെ അനിമോളെ ആയാലും ഷാനൂക്കെ ആയാലും സപ്പോർട്ട് ചെയ്ത് കുറേ വീഡിയോസ് ഇട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ളവരെല്ലാം അടച്ചാക്ഷേപിക്കും. അവരങ്ങ് വളരെ എന്താ പറയുക, അവരെല്ലാം മറ്റേ പണി ചെയ്യുന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. അവരെയേക്കാൾ ബെറ്ററാണ് ഇവർ ഇതേ കണക്ക് ഗെയിം കളിക്കുന്നുണ്ട്. അവരിപ്പോൾ പരദൂഷണ കമ്മിറ്റിയുടെ ഇപ്പോൾ കുറേ നമ്മുടെ പണ്ട് ആദ്യമൊക്കെ ഗ്രൂപ്പുകളായിരുന്നു. ആ ഗ്രൂപ്പുകൾ പാവാട വള്ളികൾ, ആ ഗ്രൂപ്പുകൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ ഗ്രൂപ്പുകളിൽ നിന്ന് മാറിയപ്പോൾ ഓരോരുത്തരും നന്നായിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് യഥാർത്ഥമായിട്ടുള്ള റിവ്യൂ പറയുക. റിവ്യൂ എന്ന് പറയുന്നത് ജെനുവിനാലിറ്റി വേണം. ചുമ്മാതെ കണ്ട കാര്യത്തിനെ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വളരെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകരുത്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി പിന്നെ എന്തോ ആയിക്കോട്ടെ, അയാൾ കോമണറായിട്ട് കയറി ആദ്യത്തെ വീക്കുകളിൽ അയാൾ ചിലപ്പോൾ ഒരു കാര്യം 10 പ്രാവശ്യം പറയുന്നുണ്ടാവും. അത് അയാളെ കൊണ്ട് പറയിക്കുന്നതാണ്. കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അയാൾ യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു ഹീറോ ആക്കി മാറ്റിയത്. അപ്പോൾ അയാൾ ഒരു കാര്യം പറയുമ്പോൾ ഈ 10-20 പേരും കൂടി അയാളെ പുറകെ നടന്ന് അയാൾ ഇറിറ്റേറ്റ് ചെയ്യണം, ആളെ ശല്യപ്പെടുത്തുവാണ്. അതുകൊണ്ടാണ് അയാൾ ഹീറോ പരിവേഷം. പക്ഷേ എന്നിട്ട് പോലും അയാൾ ഒരു പ്രൊവോക്കേഷൻ കാണിച്ചിട്ടില്ല. അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാൾ വ്യക്തവും ശക്തവുമായി ഒന്നിലധികം തവണ ആവർത്തിച്ചിട്ട് അയാളെ കാര്യം നോക്കുകയാണ്. അല്ലാണ്ട് ആരെ അടിക്കാൻ പോയില്ല, ആരെ ഉന്താൻ പോയില്ല, ആരെയും തള്ളാൻ പോയില്ല. അതാണ് മര്യാദ.